വുൾഫിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേയേറെ കമൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വുൾഫിനെ കുറിച്ച് അല്ലെങ്കിൽ ചെന്നായെക്കുറിച്ച് തന്നെ ആവട്ടെ. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വുൾഫ് അല്ലെങ്കിൽ ചെന്നായെക്കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും വൈൽഡ് ഡോഗ് അല്ലെങ്കിൽ കാട്ടുപട്ടിയെ ചെന്നായ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെന്നായ എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വുൾഫിനെയാണ്. ഞാൻ വുൾഫിനെ മധ്യപ്രദേശിലെ 2-3 പാർക്കിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പാർക്കിൽ ഔട്ട്സൈഡിലാണ് കണ്ടത്. ആദ്യം കണ്ടത് മധ്യപ്രദേശിലെ സിയോനി ഡിസ്ട്രിക്റ്റിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ്. അത് ടൈഗർ റിസർവിൻ്റെ വെളിയിലായിട്ടൊരു ചെറിയൊരു ടൗൺ ഉണ്ട്, കവാസ എന്ന് പറഞ്ഞൊരു ടൗൺ. അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് അവിടെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പോകാറുണ്ട്. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ പോകണം. തുറിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കവാസിലെത്തും. അപ്പോൾ വൈകുന്നേരം തിരിച്ച് വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ വുൾഫ് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. അപ്പം പെട്ടെന്ന് തന്നെ മനസ്സിലായി, കാരണം നമ്മുടെ നാട്ടിലുള്ള കുറുനരിയേക്കാളിലും നല്ല വലുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലായി ഇത് കുറുനരിയല്ല, ഇതൊരു ചെന്നായാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കൻഹ നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പെഞ്ച് നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കാടിനകത്ത് പകൽ സമയത്ത് കുറേ നേരം ഒരു ചെന്നായെ കാണാൻ പറ്റി. വുൾഫ് ഇങ്ങനെ നടന്നു പോകുന്നു. അതിൻ്റെ കുറേയേറെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവിടെ കാടുകളിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നത് ജക്കാൾ അല്ലെങ്കിൽ കുറുനരിയാണ്. നമ്മുടെ നാട്ടുമ്പുറത്ത് സാധാരണയായിട്ട് ഈ ജക്കാളിനെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോഴത്തേക്കിന് അതിനേക്കാളും നല്ല പൊക്കവും നല്ല വലിപ്പവും ഒക്കെ ഉണ്ട് ഈ വുൾഫിന്. ഈ വുൾഫിന് നല്ല നീളമുള്ള മെലിഞ്ഞ ശരീരമാണുള്ളത്. അതുപോലെ തന്നെ എൻ്റെ തലയ്ക്ക് നല്ല വലിപ്പമുണ്ട്. അതിൻ്റെ മൂക്ക് നല്ല നീളത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ചെവി നല്ല കൂർത്ത ചെവികളാണുള്ളത്. ഒരു ഗ്രേ ടു ഗ്രേ ബ്രൗൺ അല്ലെങ്കിൽ നല്ല ചാര നിറത്തിലാണ് ഇതിൻ്റെ കളറ്. അതിൻ്റെ പുറത്ത് ചില സമയത്ത് ഇങ്ങനെ ഒരു കറുത്ത വരയും കാണാറുണ്ട്. വാല് നല്ല നീളമുണ്ട്. വാല് എപ്പോഴും നല്ല തൂങ്ങിക്കിടക്കും. നമ്മുടെ നാട്ടിലെ പട്ടികളെ പോലെ വളഞ്ഞൊന്നും ഇരിക്കാറില്ല. നല്ല ബുഷിയായിട്ടുള്ള ടെയിലായിരിക്കും ഉള്ളത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വുൾഫിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാൽ ഏകദേശം ഈ വുൾഫിനെ പോലെ തന്നെ ഇരിക്കുന്ന കുറുനരി ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ അതിന് ചെന്നായുടെ അത്രയും വലുപ്പമോ പൊക്കമോ ഒന്നുമില്ല. അതിന് ടെയിലിന് നല്ല തിക്നെസ് വളരെ കൂടുതലാണ്. അതൊക്കെ എളുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറുനരിയെയും വുൾഫിനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഈ ചെന്നായെ പറ്റി പറഞ്ഞു വരുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലുള്ള പട്ടികൾ ഉൾപ്പെടുന്ന അതേ ജനുസിലാണ് ഇവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാനിസ് എന്ന് പറഞ്ഞ ജനുസിലാണ്. അപ്പോൾ ഈ ചെന്നായുടെ ലാറ്റിൻ നെയിം ക്യാനിസ് ലൂപ്പസ് എന്നാണ് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗ്രേ വുൾഫ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള പട്ടികളിലെയൊക്കെ ഒരു ആൻസിസ്റ്ററായിട്ട് ഒരു ഗ്രേ വുൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേ വുൾഫിൽ നിന്നാണ് നമ്മൾ ഈ പട്ടികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്താൻ തുടങ്ങിയത്. വേറൊരു കാര്യം, ഈ ഗ്രേ വുൾഫ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് ഏകദേശം 60-ലധികം രാജ്യങ്ങളിൽ ഈ ഗ്രേ വുൾഫിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം പല സബ്സ്പീഷീസുകളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇവരെല്ലാം വിളിക്കുന്നത് ഗ്രേ വുൾഫ് എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തെ പഠനം അനുസരിച്ച് ഈ ഗ്രേ വുൾഫുകൾ ഏകദേശം 36 മുതൽ 38 സബ്സ്പീഷീസുകൾ ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ അനുസരിച്ച് കുറേയേറെ ജനറ്റിക് പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒരു 6 മുതൽ 10 വരെ സബ്സ്പീഷീസ് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ തന്നെ ഇന്ത്യയിൽ നമുക്ക് 2 സബ്സ്പീഷീസുകളുണ്ട്. ഹിമാലയൻ വുൾഫ് അല്ലെങ്കിൽ ടിബറ്റൻ വുൾഫ് എന്ന് പറയുന്നത് ക്യാനിസ് ലൂപ്പസ് ചാങ്കോ എന്ന് പറയുന്ന ഒരു സബ്സ്പീഷീസാണ്. അത് ടിബറ്റൻ പ്ലാറ്റോയിലും ട്രാൻസ് ഹിമാലയസിലൊക്കെ കാണുന്നതാണ്. അത് നല്ല വലുപ്പമുള്ളൊരു വുൾഫാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 40 കിലോ വരെ വലുപ്പം വെക്കുന്ന ഒരു വലിയ വുൾഫാണ്. പിന്നെ രണ്ടാമത്തെ സബ്സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ക്യാനിസ് ലൂപ്പസ് പലിപ്പസ് എന്ന് പറയും. അത് നമ്മുടെ പ്ലെയിൻസിലൊക്കെ കാണുന്ന, ഇപ്പോൾ രാജസ്ഥാനിലും ഗുജറാത്തിലും ഇപ്പം കർണാടകയിലൊക്കെ കാണുന്ന വലുപ്പം കുറഞ്ഞിട്ട് ഏകദേശം 20 മുതൽ 30 കിലോ വരെ മാത്രം വലുപ്പം വെക്കുന്ന ഒരു ചെറിയ വുൾഫാണ്. അത് തന്നെ ഈ ചൂടിനെ എന്ന് പറയുന്ന നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ അധിവസിക്കാൻ പറ്റുന്ന രീതിയിൽ അത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളൊരു വുൾഫാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇന്ത്യൻ ഗ്രേ വുൾഫ് എന്ന് പറയുന്ന ഗുജറാത്തിലും രാജസ്ഥാനിലും ഈ കർണാടകയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇന്ത്യൻ ഗ്രേ വുൾഫിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗ്രേ വുൾഫ് അല്ലെങ്കിൽ ചെന്നായ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കേരളത്തിൽ വുൾഫിനെ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വുൾഫുകളൊക്കെ നല്ല തിക്കായിട്ടുള്ള കാടുകൾ അവോയ്ഡ് ചെയ്യുന്നുള്ളതാണ്. കേരളത്തിന് തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള മൈസൂരിനടുത്തുള്ള ചാമരാജ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ് ഈ വുൾഫിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. വരണ്ട പ്രദേശങ്ങൾ, ചെങ്കൽ കുന്നുകൾ, പുൽമേടുകൾ, വരണ്ട കാടുകൾ എന്നിവിടങ്ങളിലാണ് സാധാരണയായിട്ട് ഈ വുൾഫിനെ കാണപ്പെടുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഭാവിയിൽ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കാണാനായിട്ട് സാധ്യതയുണ്ട്. കണ്ണൂരിലും കാസർഗോഡിലുള്ള ചെങ്കൽക്കുന്നുകളിലൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ ഇതിനെ കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വുൾഫുകൾ കാട്ടിലുള്ള വലിയ പ്രിഡേറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാടുകളിലുള്ള കടുവ, പുലി, ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഗീർ വനങ്ങളിലുള്ള സിംഹം, ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പം അവിടുത്തെ കാടുകളിലൊക്കെ അപൂർവമായിട്ട് ഈ വുൾഫിനെ കാണാറുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ഔട്ട്സ്കേർട്സിലാണ് വെളിയിൽ കാണാറ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ
മധ്യപ്രദേശിൽ തന്നെ പെഞ്ച് ടൈഗർ റിസർവിൽ കുറേയേറെ ടൈഗേഴ്സ് ഉണ്ട് അവിടെ, അതിൻ്റെ അകത്ത് പുലികളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇവരധികം കാണാറില്ല. അതിന് വെളിയിലുള്ള കവാസ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ വുൾഫിനെ കാണാറുള്ളത്. അതുപോലെ തന്നെ ഗീർ വനത്തിന് വെളിയിലുള്ള ഡ്രൈ ആയിട്ടും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ വുൾഫിനെ കാണുന്നത്. ഈ വുൾഫുകൾ സാധാരണ ഒരു ഫാമിലി ആയിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാറുണ്ട്. നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ വുൾഫിൻ്റെ ഫാമിലിയിൽ ഒരു ആൽഫ മെയിലുണ്ട്, ആൽഫ ഫീമെയിലുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്, അതിന് മുമ്പുണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, സബഡൽറ്റ് മെയിൽസും സബഡൽറ്റ് ഫീമെയിലും എന്നൊക്കെ പറയുന്ന ചെറിയ കൂട്ടങ്ങളൊക്കെ ആയിട്ട് കാണാറുണ്ട്. 5, 6 ഉള്ള കൂട്ടങ്ങൾ, അല്ലെ 8, 10 ഉള്ള ചെറിയ കൂട്ടങ്ങളൊക്കെ കാണാറുണ്ട്. ഇവരുടെ ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് ഡിസംബർ, ജാനുവരി മാസങ്ങളിലാണ്. ആ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവർ ഇങ്ങനെ ഹൗൾ ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എന്ന് പറഞ്ഞ് ഓരിയിടുന്ന സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നത് ഈ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഇവർ ബ്രീഡ് ചെയ്യുന്ന സമയത്താണ്. ബ്രീഡ് ചെയ്യുന്ന സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണയായിട്ട് ഇവർ ഡെന്നിൽ നിലത്ത് ഇങ്ങനെ ഒരു മാളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ഫിമെയിൽ ആയിരിക്കും, പെൺ വുൾഫായിരിക്കും ഈ ഡെന്ന് ഡിഗ് ചെയ്തിട്ട് അതിന് ഒരു കവാടം മാത്രമേ ഉള്ളൂ. പക്ഷേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ലൊരു ചേമ്പറൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 15 ദിവസം കുഞ്ഞുങ്ങൾ ബ്ലൈൻഡ് ആയിരിക്കും, അവർ കണ്ണെന്ന് കാണാൻ പറ്റത്തില്ല. 4 മുതൽ 5 കുട്ടികൾ വരെയാണ്, അല്ലെങ്കിൽ പപ്സാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. ഇപ്പം ഫിമെയിൽ അകത്തുണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഡെന്നിന് കാവലായിട്ട് എപ്പോഴും ഒരു വുൾഫ് അവിടെ കാണും. അത് ഒരു പക്ഷേ ഈ ആൺ വുൾഫ് ആയിരിക്കും, ഈ ഡോമിനൻ്റ് അല്ലെങ്കിൽ ആൽഫ മെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സബഡൽട്ട് വുൾഫ് അവിടെ സ്ഥിരമായിട്ട് ഇതിന് കാവലിരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഏതെങ്കിലും മനുഷ്യരുടെ സാമീപ്യം അടുത്തുണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ആട്ടിടയന്മാരെയൊക്കെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ഡെന്നിലോട്ട് മാറ്റാറുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഒരു വുൾഫിൻ്റെ ഫാമിലി ഒരു സ്ഥലത്തുണ്ട്, അതുപോലെ തന്നെ പുതിയ വുൾഫുകളൊക്കെ ഇവർ ഇങ്ങോട്ട് വന്നിട്ട് ഈ കൂട്ടത്തിലായിട്ട് ചേരാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം സാധാരണയായിട്ട് ഈ കൂട്ടത്തിലുള്ള വുൾഫ് ഈ ആൽഫ മെയിലും ആൽഫ ഫീമെയിലും എല്ലാം കൂടെ കൂടിയിട്ട് ഈ വരുന്ന പുതിയ വുൾഫിനെ ഓടിക്കുകയും കടിച്ച് പറിക്കുകയും അവരെ ഓടിച്ച് ഗ്രൂപ്പിൽ നിന്ന് തന്നെ അതിന് അവരുടെ സ്ഥലത്തു നിന്ന് തന്നെ ടെറിട്ടറിയിൽ നിന്ന് തന്നെ ചേസ് ചെയ്ത് വിടുന്നതൊക്കെ കുറേ പ്രാവശ്യമൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിയുള്ളൊരു മൃഗമാണ് ഈ വുൾഫ്. ഇതിനൊരു കാരണമുണ്ട്. നമ്മുടെ 2 സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കാർത്തികേയ സിംഗ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം ഈ വുൾഫിനെ റേഡിയോ കോളർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ കുറേ പ്രാവശ്യം ഈ വുൾഫിൻ്റെ കഥയൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ പൂച്ചവർഗ്ഗങ്ങൾക്കൊന്നുമല്ല, വുൾഫിനാണ് ഏറ്റവും ബുദ്ധിയുള്ളത്. അതിന് കുറേ എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇവർ ഈ വുൾഫിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വുൾഫിനെ അവർക്ക് ട്രാങ്കുലൈസ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒരു റേഡിയോ കോളർ വെക്കണം. അപ്പോൾ അവർ കുറേ പ്രാവശ്യം നോക്കി. കാരണം ഒരിക്കലും നമുക്കറിയാലോ, നമ്മുടെ ഒരു പട്ടിയുടെ പുറകെ ഓടിച്ചെന്നവരെ വെടിവെച്ചിടാൻ നോക്കി കഴിഞ്ഞാൽ വലിയ പാടാ, കിട്ടത്തില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ വുൾഫിൻ്റെ അടുത്ത് നമുക്ക് തോക്കുമായിട്ടൊന്ന് ചെന്ന് ഇതിനെ ട്രാങ്കുലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഓർത്തത്, ഇവർ ഈ ഫുഡ് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ വുൾഫുകൾ വരുന്ന സ്ഥലത്ത് ഈ വുൾഫ് അതിൻ്റെ മേളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാപ്പ് ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ കാലിൽ ഇങ്ങനെ പിടുത്തം വീഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരതിനെ ട്രാങ്കുലൈസ് ചെയ്ത് കോളറൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഇവർ കുറേ പ്രാവശ്യം ശ്രമിച്ചു. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വുൾഫ് സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലത്ത് അപ്പം 2 സൈഡിലും ഒരു വി പോലെ ഷേപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് അവർ ആദ്യം അവിടെ ഏറ്റവും എൻഡിലൊരു ആടിനെ കെട്ടിയിടും. ആടിനെ കെട്ടിയെടുത്ത് ഈ 2 സൈഡിലും നല്ല വേലികൾ വെക്കും. മുള്ളുചെടികൾ കുറേയേറെ ഇങ്ങനെ തിക്കായിട്ട് വെച്ചിട്ട് ഒരു സൈഡിൽ കൂടെ മാത്രം എൻട്രി ചെയ്തിട്ട് ആടിനെ പിടിക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് ഈ പോകുന്ന വഴിക്കൊക്കെ കുറേയേറെ ഈ ഫുഡ് ട്രാപ്പുകൾ വെക്കും. ഈ ട്രാപ്പുകൾ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ വുൾഫ് ചെല്ലുമ്പോഴത്തേക്കിന് ഇത് അതിൻ്റെ അകത്ത് ട്രാപ്പിൽ പെട്ടിട്ട് അതിനെ പിടിക്കാമെന്നാണ് ഇവർ ഓർത്തത്. പക്ഷേ വുൾഫ് എന്ന് പറഞ്ഞാൽ വുൾഫ് ഭയങ്കര ഘ്രാണശക്തിയുള്ളൊരു മൃഗമാണ്. നമുക്കറിയാം, നമ്മുടെ പട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ, അതുപോലെ പോലീസ് നായകളൊക്കെ ഉണ്ട്. പോലീസ് നായൊക്കെ ഇപ്പോൾ ഏതെങ്കിലും കള്ളന്മാർ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ കള്ളം പോയ വഴിയിലൊക്കെ ഈ പോലീസ് നായ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ ഓർക്കണം, ഈ വുൾഫിന് എന്തുമാത്രം സ്മെല്ലുണ്ട്. കാരണം ഈ വുൾഫിൽ നിന്നാണ് ഈ പട്ടികളെയൊക്കെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം വുൾഫിന് ഓൾറെഡി അറിയാം. ഇവർ ഈ ട്രാപ്പൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് വുൾഫിന് അറിയാം ആൾക്കാർ ഇതിലെ നടന്നിട്ടുണ്ട്, അവരാണ് കൊണ്ട് വെച്ചേക്കുന്നത്, ഇവർ നിലത്ത് ഈ ഫുഡ് ട്രാപ്പൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവർ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേക്കിന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇവർ വെച്ചേക്കുന്ന ഫുഡ് ട്രാപ്പൊക്കെ ഈ സൈഡിൽ നിന്ന് ഈ വുൾഫ് ഇത് തോണ്ടിക്കളഞ്ഞ് സൈഡിൽ മാറ്റി വെച്ചിട്ട് ചെന്നിട്ട് ആടിനെ പിടിച്ചിട്ട് വുൾഫിൻ്റെ പാട്ടിന് പോകും. അപ്പോൾ ഇവരെന്തും ചെയ്തിട്ടും ഈ വുൾഫിനെ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവർ എന്നിട്ട് അവസാനം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ കുറേ പച്ച മീനുകളൊക്കെ മേടിച്ചു. 1-2 കിലോ പച്ച മീനൊക്കെ മേടിച്ചിട്ട് മുട്ടയൊക്കെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെച്ചു. 1-2 ദിവസം അടച്ചു വെച്ചിട്ട് നമുക്കറിയാം, മീൻ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്ത് മണമായിരിക്കും. 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ മണത്തിൻ്റെ ആ പാത്രം അതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടുത്ത് വെച്ചു. ഇപ്പോൾ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ മണം ഈ മനുഷ്യൻ്റെ മണത്തിനെ ഓവർ പവർ ചെയ്തെന്നുള്ളതാണ്. അപ്പം വുൾഫ് അവിടെ വന്നപ്പോൾ ഈ ആടിനെ പിടിക്കാൻ വന്ന സമയത്ത്
വുൾഫിന് കിട്ടുന്ന മണം മൊത്തം കൂടുതലായിട്ട് ഈ ചീഞ്ഞ മുട്ടയുടെയും ഈ ചീഞ്ഞ മീനിൻ്റെ മണമായിരുന്നു. അതുകൊണ്ട് ഇത് ഇഗ്നോർ ചെയ്ത് അവർ കുഴിച്ചിട്ട് അത് മണമൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഈ വുൾഫുകൾ അകത്തോട്ട് കയറിയപ്പം പെട്ടെന്ന് ഈ ഫുഡ് ട്രാപ്പിൽ അകപ്പെട്ടിട്ട് അങ്ങനെയാണ് ഇവർ കുറച്ച് വുൾഫിനെ ഇവർ ട്രാങ്കുലൈസ് ചെയ്യുകയും അതിനെ പിടിക്കുകയും അതിന് റേഡിയോ കോളറൊക്കെ വെച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ബുദ്ധിയുള്ള ഒരു മൃഗമാണ്. മനുഷ്യരുടെ സമീപം അടുത്ത് കണ്ടു കഴിഞ്ഞാൽ പോലും ഈ വുൾഫ് അടുത്ത് വരാറില്ല, അതിൻ്റെ മണം കിട്ടിയാൽ പോലും ഒരു വുൾഫുകളൊന്നും അടുത്ത് വരാറില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഈ കാർത്തികേയ സിംഗ് എന്ന് പറഞ്ഞ എൻ്റെ സീനിയറായിട്ട് താജ് സഫാരിയിലുണ്ടായിരുന്ന ആ ചേട്ടനും അദ്ദേഹത്തിൻ്റെ സാറായിരുന്ന ഡോക്ടർ YV ജാല എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബയോളജിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ച് കുറേ ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പഠിച്ചപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഈ വുൾഫുകൾ അല്ലെങ്കിൽ ചെന്നായകളുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ബ്ലാക്ക് ബക്ക് അല്ലെങ്കിൽ കൃഷ്ണമൃഗം എന്ന് പറയുന്ന മൃഗം, ഇന്ത്യൻ ഗസേൽ അല്ലെങ്കിൽ ചിങ്കാര എന്ന് പറയുന്ന മൃഗമുണ്ട്, പിന്നെ ഇന്ത്യൻ ഹെയർ നമ്മുടെ കാട്ടുമുയലിനെ പിടിച്ച് തിന്നാറുണ്ട്, സ്പോട്ടഡ് ഡിയറിനെ പിടിച്ച് തിന്നാറുണ്ട്, പിന്നെ ചത്ത് കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ ഇവർ കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം. ഇതൊക്കെയാണെങ്കിലും ഇവർ കുറേയേറെ ആടുകളെയും ചെമ്മരിയാടുകളെയൊക്കെ പിടിച്ച് തിന്നാറുണ്ട്. അതുകൊണ്ട് ആട്ടിടയന്മാർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള മൃഗമെന്ന് പറയുന്നത് ഈ ചെന്നായയോടാണ്. കാരണം രാത്രി കാലങ്ങളിലൊക്കെ ഈ ആട്ടിടയന്മാരൊക്കെ ഈ ആടുകളെയും ചെമ്മരിയാടുകളെയൊക്കെ കാടിൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇവർ മേയ്ക്കാൻ കൊണ്ടുവന്ന സ്ഥലത്തിനടക്കം ഒരുമിച്ച് കെട്ടിയിട്ടിട്ടിരിക്കും. അപ്പോൾ രാത്രി സമയത്ത് വന്നിട്ട് ഈ ചെന്നായ വന്ന് ഇവർ ഇതിനെയൊക്കെ ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഏത് സമയത്ത് ചെന്നായ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കൊല്ലാനായിട്ട് ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചെന്നായൊക്കെ അതിൻ്റെ ഡെന്നിനകത്തൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ പോയിട്ട് തീയിടാറുണ്ട്. അതുങ്ങളെ കുഞ്ഞുങ്ങളെയും തള്ളയൊക്കെ കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. ഈ ചെന്നായ ചത്ത് കിടക്കുന്ന മൃഗങ്ങളെ കഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവിടെ പോയിട്ട് ഈ ചത്ത് കിടക്കുന്ന മൃഗങ്ങളിലൊക്കെ ഈ ആട്ടിടയന്മാർ പോയിട്ട് പോയിസൺ ഇടാറുണ്ട്. പോയിസൺ ഇടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ചെന്നായ മാത്രമല്ല, ചെന്നായ ചിലപ്പോൾ അതിൻ്റെ ഫാമിലിയെ മൊത്തം കൊണ്ടുവന്നിട്ട് ഈ ചത്ത് കിടക്കുന്ന ഈ മൃഗത്തെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് പോയിസൺ ആയതുകൊണ്ട് ആ ഫാമിലി മൊത്തമായിട്ടും ചത്തുപോകാറുണ്ട്, ആ ചെന്നായുടെ ഫാമിലി മൊത്തമായിട്ടും ചത്തുപോകാറുണ്ട്. ഇതുകൂടാതെ വുൾഫ് നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ അവരുടെ ഹാബിറ്റാറ്റ് ലോസ് ആണ്. ഇപ്പം നമുക്കറിയാലോ പല സ്ഥലത്തുള്ള ചെങ്കൽ കുന്നുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മൊത്തം ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹാബിറ്റാറ്റ് ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പട്ടികളുമായിട്ട് ഇവർ ഇണ ചേരാറുണ്ട്. അപ്പോൾ ഒരു ഹൈബ്രിഡ് ആനിമൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള പട്ടികളുമായിട്ട് ഇവർ സമ്പർക്കത്തിൽ വരുമ്പോഴത്തേന് കുറേയേറെ ഡിസീസുകൾ ഇവരിലോട്ട് പകരാറുണ്ട്. ഇപ്പം കനൈൻ ഡിസ്റ്റംബർ എന്ന് പറയുന്നത് മെയിഞ്ച് എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ ഈ വുൾഫിലോട്ട് വന്നിട്ട് ആ വുൾഫിൻ്റെ ഫാമിലി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുപക്ഷെ മോഗ്ലിയുടെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ ആ ബുക്ക് റുഡിയാർഡ് കിപ്ലിംഗ് എഴുതിയൊരു ബുക്കാണ്. ഇന്ത്യയിലെ മധ്യപ്രദേശിലെ സിയോണി എന്ന് പറഞ്ഞ ഒരു കാടിനടുത്ത് ഉണ്ടാകുന്ന സംഭവ വിശേഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വായിച്ച് നോക്കുമ്പോഴല്ല കഥ കേൾക്കുമ്പോഴോ നമുക്കറിയാം അതിൻ്റെ അകത്തെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഷേർഖാൻ എന്ന് പറഞ്ഞൊരു കടുവയാണ്, ഒരു ടൈഗറാണ്. അതിൻ്റെ അകത്ത് ഹീറോ എന്ന് പറയുന്നത് ഈ മോഗ്ലിയെ വളർത്തിയ അക്കേല എന്ന് പറയുന്ന ഒരു വുൾഫിൻ്റെ ഫാമിലിയാണ്. ഈ ചെന്നായുടെ ഫാമിലിയാണ് മോഗ്ലിയെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ഹീറോ മൊത്തം ഈ വുൾഫായിരുന്നു, വില്ലൻ എന്ന് പറയുന്നത് ടൈഗർ. പക്ഷേ ഇപ്പം ടേബിൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 55-ലധികം ടൈഗർ റിസർവുകളുണ്ട്. ടൈഗറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈഗറിൻ്റെ നമ്പർ ഏകദേശം 3000-ന് മുകളിലായി കഴിഞ്ഞു. പക്ഷേ ഇപ്പം വുൾഫിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. വുൾഫിൻ്റെ നമ്പർ കണ്ടമാനം കുറഞ്ഞു. ഏകദേശം 2500 മുതൽ 3000 വരെയാണ്. എന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ നമ്പറിനേക്കാളും താഴെയാണ് വുൾഫിൻ്റെ നമ്പർ. അപ്പം ഗവൺമെൻറ്റൊക്കെ അത്യാവശ്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സ്പീഷീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇൻബ്രീഡ് കാരണം ഡോഗ്സിൻ്റെ ആയിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കാരണം കുറേ ഡിസീസുകൾ വന്നിട്ടും ഇൻബ്രീഡും ഒക്കെ കാരണം അവരുടെ നമ്പർ കണ്ടമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഡോഗുമായിട്ട് ഇൻബ്രീഡ് ചെയ്യുന്ന വോൾഫൊക്കെ മനുഷ്യന് കുറേയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അവർ മനുഷ്യരെ അറ്റാക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നതായിട്ട് പല റെക്കോർഡുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് UP-യിലൊക്കെ ആൾക്കാർ ഈ ഹൈബ്രിഡ് ഈ വുൾഫിനെ വളർത്താറുണ്ട്, വീട്ടിൽ വളർത്താറുണ്ട്. അതുപോലെ തന്നെ വുൾഫിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെയും പിടിച്ച് അവർ വളർത്താറുണ്ട്. അത് കഴിഞ്ഞ് ഇത് വലുതാകുന്ന സമയത്ത് ഇവർ ചിലപ്പം വീടിന് വെളിയിലോ അല്ലെ കാട്ടിലൊക്കെ കൊണ്ട് വിടാറുണ്ട്. ആ സമയത്ത് ഇവർക്കൊന്നും ഈ ഹൈബ്രിഡ് വുൾഫുകൾക്കൊന്നും ഈ മനുഷ്യരുമായിട്ടുള്ള പേടി നഷ്ടപ്പെട്ടിട്ട് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ കുറേയേറെ കുഞ്ഞുങ്ങളെയും മനുഷ്യരെയൊക്കെ ഒന്നായിട്ട് കുറേയേറെ റെക്കോർഡുകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും വേണ്ടപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വുൾഫിന് വേണ്ടി ഒരു ഫോക്കസ്ഡ് ആയിട്ട് കുറേയേറെ പ്രൊട്ടക്ഷൻ വർക്കുകൾ നടത്തിയാൽ മാത്രമേ ഉള്ളൂ വുൾഫിൻ്റെ നമ്പർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതിന് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രീഡിംഗ് ടൈമിൽ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അവർ ഡെന്നി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു 5 മുതൽ 10 സ്ക്വയർ കിലോമീറ്റർ സ്ഥലങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അവിടെ ആനിമൽസിൻ്റെയോ ഡോഗ്സിൻ്റെ ഫെറൽ ഡോഗ്സിൻ്റെ ഒക്കെ പോപ്പുലേഷൻ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെയൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് വുൾഫിൻ്റെ നമ്പർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്പർ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം വുൾഫ് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തന്നെ സാധ്യതയുണ്ട്. ഈ വുൾഫുകൾ ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ബെസ്റ്റ് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വലിയ പാടാണ് കണ്ട് കിട്ടാനും. എന്നിരുന്നാലും ഗുജറാത്തിലെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളുണ്ട്. രാജസ്ഥാനിൽ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. മഹാരാഷ്ട്രയിലുണ്ട്, പൂനെക്കടുത്തുള്ള ബിഗ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്തും
അതിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള കുറേ സ്ഥലങ്ങളിലൊക്കെ വുൾഫിനെ കാണാനായിട്ട് ബെസ്റ്റ് സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ ഇവരെ കണ്ടുകിട്ടാൻ വളരെ പാടാണ്. കാരണം രാത്രി കാലങ്ങളിലാണ് ഇവർ സാധാരണയായിട്ട് വെളിയിലിറങ്ങുന്നത്. പകൽ സമയത്ത് കണ്ടുകിട്ടാൻ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബിഗ്വാനൊക്കെ ആയിരിക്കും ഒന്നെങ്കിൽ ബെസ്റ്റ് സ്ഥലങ്ങൾ. ഇതൊക്കെയായിരുന്നു വുൾഫ് അല്ലെങ്കിൽ ചെന്നായെക്കുറിച്ചുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേയേറെ സജഷൻസ് വരാറുണ്ട്, ഇതിനെക്കുറിച്ച് ചെയ്യാമോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് ഒക്കെ ചോദിച്ചുകൊണ്ട്. ഇതൊക്കെ കാണാറുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഒന്നും മറന്നിട്ടില്ല. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.